Good morning. So next we can move to our new chapter. Chapter എന്ന് പറയാൻ പറ്റില്ല. It is one of the essential elements of a contract was capacity to contract. നമ്മൾ അടുത്ത പോർഷൻ അതാണ് വരുന്നത്, capacity to contract. Okay. So capacity to contract means അല്ലെങ്കിൽ competency to contract implies the legal ability of a person to enter into a valid contract. That is the legal capacity of a person to make a contract with other parties. ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, എവ്രി വൺ ഇസ് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട് എക്സെപ്റ്റ് ദീസ് ത്രീ. ആരൊക്കെയായിരുന്നു ആ മൂന്ന് കൂട്ടർ? ആരൊക്കെയായിരുന്നു? മൈനേഴ്സ്, unsound persons and persons disqualified by law. ഓക്കെ, അപ്പം നമ്മൾ സെക്ഷൻ 10 പ്രകാരം പഠിച്ചിട്ടുണ്ട് കോമ്പിറ്റൻറ്റ് പേഴ്സൺ അലോൺ ക്യാൻ ക്രിയേറ്റ് വാലിഡ് കോൺട്രാക്ട്സ്. സോ സെക്ഷൻ 11 എക്സ്പ്ലെയിൻസ് who are competent to contract. Okay, so every person is competent who is of the age of maturity according to the law to which he is subject, പിന്നെ and who is of sound mind and is not disqualified from contracting by any law to which he is subject. അതാണ് സെക്ഷൻ 11 പ്രകാരം പറയുന്ന ഡെഫിനേഷൻ. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എവ്രി വൺ ഇസ് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട് എക്സെപ്റ്റ് ദീസ് ത്രീ. ആരൊക്കെയായിരുന്നു? മൈനേഴ്സ്, ദെൻ ആരാ? അൺസൗണ്ട് പേഴ്സൺസ് ആൻഡ് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. ദേ ആർ നോട്ട് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കേണ്ടത് ഇനി ഇതാണ്. സെക്ഷൻ 10 ഓഫ് ദി കോൺട്രാക്ട് ആക്ട്, the parties to a contract must be competent to contract. സെക്ഷൻ 10 പറയുന്നത് ഈ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കുന്നുണ്ടെങ്കിൽ അതിലുള്ള പാർട്ടീസ് കോമ്പിറ്റൻ്റ് ആവണമെന്ന് മാത്രം പറയുന്നു. ആൻഡ് സെക്ഷൻ 11 എക്സ്പ്ലെയിൻസ് എവ്രി പേഴ്സൺ ഇസ് കോമ്പിറ്റൻറ്റ് ടു എൻറ്റർ ഇൻ ടു കോൺട്രാക്ട് ഇഫ് ഹീ ഈസ് ഓഫ് ദി ഏജ് ഓഫ് മെച്ചൂരിറ്റി, സെക്കൻഡ് ഹീ ഈസ് ഓഫ് സൗണ്ട് മൈൻഡ് ആൻഡ് ഹീ ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ഫ്രം കോൺട്രാക്റ്റിംഗ്. അപ്പോൾ സെക്ഷൻ 10 അവ്യക്തമായിട്ടാണ് പറയുന്നത്, അതായത് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. സെക്ഷൻ 11 എന്താ പറഞ്ഞിരിക്കുന്നത്? കൃത്യമായിട്ട് പറയുന്നു ആരാണ് ഈ കോമ്പിറ്റൻറ്റ് പേഴ്സൺസ്. അപ്പോൾ കോമ്പിറ്റൻറ്റ് പേഴ്സൺ ആവാൻ വേണ്ടിയിട്ട് അയാൾ എങ്ങനെയുള്ള ആളായിരിക്കണം? He is the age of maturity, he is of sound mind, he is not disqualified by any law from contracting. So ഈ ഒരു വീഡിയോയിൽ ഞാനിത് മാത്രമേ എടുക്കുന്നുള്ളൂ, കോൺട്രാക്റ്റ് വിത്ത് മൈനേഴ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ കോൺട്രാക്റ്റ് വിത്ത് മൈനേഴ്സിൽ നമുക്കറിയാം മൈനേഴ്സ് ആർ നോട്ട് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്, അല്ലെങ്കിൽ ദേ ആർ നോട്ട് കോമ്പിറ്റൻറ്റ് ഹു ഇസ് കൺസിഡേർഡ് ടു ബി എ മൈനർ. അപ്പം നമുക്ക് നോക്കാം who is a minor അല്ലെങ്കിൽ who is considered to be a minor. അപ്പം ശരിക്കും മൈനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പേഴ്സൺ ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെച്ചൂരിറ്റി ഇസ് എ മൈനർ. മേജർ അല്ലാത്ത ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? മൈനേഴ്സ് എന്ന് പറയാം. മേജർ എന്നുള്ളത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ എവിടെയും പറയുന്നില്ല. മനസ്സിലായല്ലോ? ഹൂ ഇസ് മേജർ? ഇറ്റ് ഈസ് നോട്ട് പ്രൊവൈഡഡ് ഇൻ ദി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. മേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 വയസ്സ് പ്രായപൂർത്തിയായ ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? മേജർ എന്ന് പറയാം. അപ്പോൾ മൈനറിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875, എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഹിസ് 18th ഇയർ ഓഫ് ഏജ് ഇസ് കൺസിഡേർഡ് ടു ബി എ മൈനർ. ഇപ്പോൾ ഒരു മൈനറായിട്ട് എപ്പോഴാണ് കണക്കാക്കുക? 18 വയസ്സ് പൂർത്തിയാവാത്ത ആളുകളെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കേണ്ടത്? മൈനറായിട്ട് കണക്കാക്കുക. മനസ്സിലായോ? ഇനി ചില കേസസിൽ ഇഫ് എ മൈനർ ഇസ് അണ്ടർ ദ കെയർ ആൻഡ് കസ്റ്റഡി ഓഫ് ദ കോർട്ട് or a guardian is appointed by the court for the minor, in such case the minor becomes major
only on the completion of the age of 21 years. അപ്പോൾ എല്ലാ കേസിലും 18 വയസ്സ് പൂർത്തിയായാൽ അയാൾ മേജർ ആയിക്കൊള്ളണം എന്നില്ല. ഈ രണ്ട് കേസസിൽ ഏത് രണ്ട് കേസസിലാണ് 21 ഇയേഴ്സ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ അയാൾ എന്താവുന്നുള്ളൂ, മേജർ ആവുന്നുള്ളൂ. ഏതാ 2 കേസസ് എന്ന് പറയുന്നത്? ഇഫ് എ മൈനർ ഇസ് അണ്ടർ ദ കെയർ ആൻഡ് കസ്റ്റഡി ഓഫ് ദ കോർട്ട്. മനസ്സിലായല്ലോ? കോടതിൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 21 വയസ്സായാൽ മാത്രമേ അയാൾ എന്താവുന്നുള്ളൂ, മേജർ ആവുന്നുള്ളൂ. അതേപോലെ അണ്ടർ ദ കെയർ ആൻഡ് കസ്റ്റഡി ഓഫ് ദ കോർട്ട് ഓർ എ ഗാർഡിയൻ ഇസ് അപ്പോയിൻറ്റഡ് ബൈ ദ കോർട്ട് ഫോർ ദ മൈനർ. ദീസ് 2 കേസസ് മൈനർ അറ്റെയിൻസ് മെജോറിറ്റി ഓൺലി അറ്റ് ദ ഏജ് ഓഫ് 21. ഓക്കെ. അപ്പം നമ്മൾ ഇന്ത്യയിലെ കഥ മാത്രമാണ് പറയുന്നത്. ഡിഫറെൻറ്റ് കൺട്രീസ് ഹാവ് ഡിഫറെൻറ്റ് ഏജ് ടു അറ്റെയിൻ മെജോറിറ്റി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം വാട്ട് വിൽ ഹാപ്പൻ എ കോൺട്രാക്റ്റ് വിത്ത് എ മൈനർ, അല്ലെങ്കിൽ അയാളുടെ ലീഗൽ പൊസിഷൻ ഓഫ് എ മൈനർ എങ്ങനെയാണ് നോക്കാം. ഓക്കെ, ഇതിൽ നിങ്ങൾ ഒരു ഷോർട്ട് ആൻസേഴ്സ് ടൈപ്പിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ദ എഗ്രിമെൻറ്റ്സ് വിത്ത് മൈനേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ, എൻ എഗ്രിമെൻറ്റ് ബൈ ഓർ വിത്ത് എ മൈനർ ഇസ് വോയിഡ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. എൻ എഗ്രിമെൻറ്റ് ബൈ ഓർ വിത്ത് എ മൈനർ ഇസ് വോയിഡ് അബ് ഇനീഷ്യോ. നമ്മൾ കുറേ പ്രാവശ്യം കേട്ടതാണ്. അബ് ഇനീഷ്യോ മീൻസ് ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് എ കോൺട്രാക്ട് വിത്ത് എ മൈനർ ഇസ്, അല്ലെങ്കിൽ എൻ എഗ്രിമെൻറ്റ് വിത്ത് എ മൈനർ ഇസ് വോയിഡ്. ഓക്കെ, ഇതിലൊരു ഫേമസ് കേസ് ഉണ്ട്, മൊഹരി ബീബി വേഴ്സസ് ദാമോദാസ് ഘോഷ് എന്ന് പറഞ്ഞിട്ടുള്ള. ആ ഫേമസ് കേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു മൈനർ എന്താക്കിയെന്ന് വെച്ചാൽ കടം വാങ്ങുക ചെയ്തത്. മൈനർ ബോറോഡ് ആൻഡ് എക്സിക്യൂട്ടഡ് എ മോർഗേജ് ഡീഡ് ഇൻ ഫേവർ ഓഫ് ദി ലെൻഡർ. അപ്പം കുറേ കഴിഞ്ഞപ്പോൾ ലെൻഡർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു കേസ് ഫയൽ ചെയ്ത് ഈ മൈനറായ അയാൾക്കെതിരെയായിട്ട്. പക്ഷേ കോടതി വിധിച്ചത് എന്താണെന്നറിയോ? ദാറ്റ് ദ മൈനേഴ്സ് കോൺട്രാക്ട് വാസ് വോയിഡ് ആൻഡ് നോ ക്വസ്റ്റ്യൻ ഓഫ് റീഫണ്ടിങ് ദ മണി കുഡ് അറൈസ്. അതായത് എന്താക്കാൻ പറ്റില്ല, മൈനർ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് മൈനേഴ്സായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടാക്കുമ്പം വളരെ ശ്രദ്ധിച്ച് ചെയ്തോളാം. എപ്പോഴും മൈനർ ഭാഗത്തായിരിക്കും കോടതി ഉണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പം ഇത്രേ പറയുന്നുള്ളൂ. എന്താണ് കോൺട്രാക്ട് വിത്ത് an agreement by or with a minor is void. Second point is minor is not bound to return the benefits received. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സെക്ഷൻ 65 ഓഫ് ദി കോൺട്രാക്ട് ആക്ടിൽ പറയാണ്, എ പേഴ്സൺ ഹു ഹാസ് ഒബ്റ്റെയിൻഡ് എ ബെനിഫിറ്റ് അണ്ടർ എ വോയിഡ് കോൺട്രാക്ട് മസ്റ്റ് റിട്ടേൺ ദ ബെനിഫിറ്റ് when the contract becomes void. So the question arises whether a minor is bound to return the benefits so received. അപ്പം ഈ ഇതും this issue was also settled in this case, that is Mohari Bibi case. Here, according to the decision of the case, if a minor has received any benefit under a void agreement, he cannot be asked to compensate or refund it. മനസ്സിലായല്ലോ? അപ്പോൾ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടി, മൈനർക്ക് ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു വോയിഡ് കോൺട്രാക്റ്റ് ആയി തീർന്നാൽ കൂടി, സാധാരണ ഉള്ള റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രണ്ട് പാർട്ടിക്കും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ റിട്ടേൺ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഈ മൈനേഴ്സിൻ്റെ കേസിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എന്ത് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും കോൺട്രാക്റ്റ് വോയിഡ് ആയാൽ കൂടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മൈനേഴ്സ് ഇസ് നോട്ട് ബൗണ്ട് ടു റിട്ടേൺ ദി ബെനിഫിറ്റ്സ് റിസീവ്ഡ്. ഓക്കെ, ദെൻ തേർഡ് പോയിൻ്റ് ഇസ് എ മൈനർ കനോട്ട് റാറ്റിഫൈ ഹിസ് ആക്ട് ആഫ്റ്റർ അറ്റൈനിങ് ദ ഏജ് ഓഫ് മെജോറിറ്റി എന്നാണ് പറയുന്നത്. അതായത് സിൻസ് എ കോൺട്രാക്ട് ബൈ എ മൈനർ ഇസ് വോയിഡ് അബ് ഇനീഷ്യോ, ഇറ്റ് കനോട്ട് ബി റാറ്റിഫൈഡ് ബൈ ഹിം ഈവൻ ആഫ്റ്റർ ഹി ബിക്കംസ് മേജർ എന്നാണ് പറയുന്നത്. അതായത് യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺ അറ്റൈനിങ് മെജോറിറ്റി, അതായത് ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഇപ്പോൾ അയാൾക്ക് എന്തെങ്കിലും നിങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, അയാൾ പറയും ഞാൻ 18 വയസ്സാവുന്ന സമയത്ത് തന്നോളാം എന്ന് പറഞ്ഞെങ്ങാണ്ട് അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയാൽ, പക്ഷേ മൈനേഴ്സിൻ്റെ കേസിൽ അത് വാലിഡ് അല്ല എന്നാണ് പറയുന്നത്. അവർ തന്നിട്ടില്ലേ നിങ്ങൾക്ക് കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. മനസ്സിലായല്ലോ? So on attaining majority promises to repay the money
which was lent to him during his minority. Can that promise be enforced? It cannot be enforced at all, since consideration given during minority is held to be no consideration at all. അപ്പോൾ എന്ത് പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിലും അതെന്ത് ചെയ്യാൻ പറ്റില്ല? എ മൈനർ cannot ratify his act. Okay. Then fourth point, restitution of the property from a minor in case of fraud. ഇവിടെ എന്താ പറയുന്നതെന്ന് പറയുക, റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനും മൈനർക്ക് എൻ്റെ ഒരു വീട് വിറ്റ്, ആ വീട് വിറ്റ് എനിക്ക് അറിയില്ല അയാൾ മൈനറാണ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അയാൾ മൈനറാണ്. അപ്പോൾ ആ കോൺട്രാക്റ്റ് ഇവിടെ വോയിഡ് ആണല്ലോ. അപ്പം ഞാൻ മെല്ലെ എൻ്റെ വീടൊന്ന് തിരിച്ചു വാങ്ങാനുള്ള ശ്രമം നടത്തുകയെന്ന് വിചാരിച്ചു. അപ്പം ആ സ്വത്ത്, ആ വീട് അയാളുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കാം, അല്ലാതെ അയാളത് കൈമാറിപ്പോയി വിറ്റ് ദൂർത്തടിച്ച് പോയിട്ടുണ്ട് യാതൊരു രക്ഷയില്ല. മനസ്സിലായല്ലോ? അതാണ് ഈ പോയിന്റിൽ പറയുന്നത്, റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ഫ്രം എ മൈനർ ഇൻ കേസ് ഓഫ് ഫ്രോഡ്. വെൻ എ മൈനർ ഹാസ് ഒബ്റ്റെയിൻഡ് എനി പ്രോപ്പർട്ടി ബൈ മേക്കിംഗ് ഫോൾസ് റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഹീസ് എ മേജർ. ഞാൻ മേജറാണെന്ന് ഫോൾസ് റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ടാണ് അയാൾ കൈക്കലാക്കുന്നത്. ശ്രദ്ധിക്കണം, അതാണ് ഫ്രോഡ് എന്ന് പറയാൻ കാരണം. Then the minor can, on principles of equity, be compelled to restore the said property to the original owner, provided it is identifiable and is still in his possession. അതാണ് ഞാൻ പറഞ്ഞത്, വീട് അയാളെ കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതും ഏത് പ്രിൻസിപ്പിൾ പ്രകാരം? ഇക്വിറ്റി. ഓക്കെ. So suppose the minor has parted with the possession. Parted with the possession എന്ന് പറഞ്ഞാൽ അഥവാ അയാൾ അതിൻ്റെ ഇത് കൈമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വീടാർക്കാൻ വിറ്റു പോവുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, റെസ്റ്റിറ്റ്യൂഷൻ ബിക്കംസ് ഇംപോസിബിൾ. നമുക്ക് എന്താക്കാൻ പറ്റില്ല? അത് വീണ്ടെടുക്കാൻ പറ്റില്ല. ആൻഡ് ഹി കനോട്ട് ബി കമ്പൽഡ് ടു പേ മണി ഓർ ടു റിട്ടേൺ ദ ആർട്ടിക്കിൾ വെൻ ദ മൈനർ വിച്ച് ദ മൈനർ പർച്ചേസ്ഡ്. നമുക്ക് അയാളോട് അതിൻ്റെ കാശ് ചോദിക്കാനോ ഒന്നും പറ്റില്ല. മനസ്സിലായല്ലോ? അപ്പോൾ പൊസഷനിൽ അയാളുടെ കൈവശം ആ വീട് ഇപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പിടിക്കാം. പക്ഷേ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇഫ് മൈനർ ഹാസ് പാർട്ടഡ് വിത്ത് ദ പൊസഷൻ, അത് കൈമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു, ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു റെസ്റ്റിറ്റ്യൂട്ട് ദ സെറ്റ് പ്രോപ്പർട്ടി. ഓക്കെ. അപ്പോൾ മൈനേഴ്സായിട്ട് വളരെ ശ്രദ്ധിച്ച് വേണം കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നെക്സ്റ്റ് പോയിൻറ്റ്, the principle of estoppel is not applicable to minors. First let me clear what is estoppel. Okay. അപ്പോൾ estoppel എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, when one person by his false and fraudulent representations makes another person to believe a thing to be true, such a person in subsequent proceedings will not be allowed to deny the truth of that thing. This general principle of estoppel is not applicable to minors എന്നാണ് പറയുന്നത്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഒരാൾ when one person by his false and fraudulent representations, അയാൾ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഏതെങ്കിലും കോളേജിലൊക്കെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് ഒരാൾ വന്നെങ്ങാണ്ട് പറയാം, ഞാൻ അവിടുത്തെ മാനേജറാണ്, നിങ്ങൾക്ക് എന്തായാലും സീറ്റ് വാങ്ങിത്തരാം, 1,00,000 രൂപ തന്നാലെന്നൊക്കെ പറഞ്ഞെങ്ങാണ്ട് ഒരു ഫോൾസ് റെപ്രസെൻറ്റേഷൻ നടത്തി വിചാരിച്ചോ. പിന്നീട് നമുക്ക് എന്താക്കാം, പിന്നീട് ആ വ്യക്തിക്ക് എന്താക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, in subsequent proceedings will not be allowed to deny the truth of that thing. അതായത് പിന്നീട് അയാൾക്ക് അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റില്ല. കാരണം നമ്മൾ അയാളെ പിടിച്ചു വെക്കും. അതായത് 1,00,000 രൂപ നമ്മളടുത്ത് നിന്ന് വാങ്ങിപ്പോന്നതാണല്ലോ. അപ്പോൾ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ വെച്ച്, ജനറൽ റൂൾ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പലിൻ്റെ. അതായത് ഒരു വ്യക്തി തെറ്റായിട്ട് നമ്മളെ എന്താക്കുക, മിസ് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാട്ടോ, തെറ്റായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക, ഞാൻ ഇന്ന ആളാണ് ഇവിടുത്തെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റായ കാരണം ശരിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ വ്യക്തിക്ക് എന്താക്കാൻ പറ്റില്ല, ഹി കനോട്ട് ഡിനൈ ദ ട്രൂത്ത് ഓഫ് ദാറ്റ് തിങ് എന്നാണ് പറയുന്നത്. പക്ഷേ മൈനറുടെ കേസിലുണ്ടല്ലോ, ഇതും അപ്ലിക്കബിൾ അല്ല. അയാൾ നമ്മൾ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൂളായി, അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? സോ ദ പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ ഇസ് നോട്ട് അപ്ലിക്കബിൾ ടു മൈനേഴ്സ്. ദെൻ അപ്പോൾ എ മൈനർ ഇസ് നോട്ട് ബൗണ്ട് ബൈ ഹിസ് റെപ്രസെൻറ്റേഷൻസ്
So if a minor fraudulently represents himself as a major and enters into a contract, he will not be prevented from setting up the defense that he was a minor at the time of the contract. അതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ഒരു മൈനർ ഞാൻ മേജറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിച്ചാലും അതെന്താവില്ല എന്നാണ് പറയുന്നത്, കോടതിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മൈനറിന് തന്നെ വിജയമുള്ളൂ. ഓക്കെ, അതായത് ഹി ക്യാൻ റേസ് ദ ഡിഫെൻസ് എന്നാണ് പറയുന്നത്. ആൻഡ് ഹീസ് അതായത് ഞാനൊരു മൈനറാണെന്ന് പറഞ്ഞിട്ട് ഹി ക്യാൻ റേസ് ദ ഡിഫെൻസ് ആൻഡ് ദ കോൺട്രാക്ട് വിൽ നോട്ട് ബൈൻഡ് ഹിം ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് ദാറ്റ് he at the time of entering into the contract falsely represented that he was a major. അന്നേരം കോടതി അതൊന്നും വില വെക്കില്ല, അയാൾ അങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ടാണ് ഇതാക്കിയതെന്നൊന്നും. കോടതി ആരുടെ ഭാഗത്തായിരിക്കും? മൈനറുടെ ഭാഗത്തായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരിക്കലും മൈനറായിട്ട് വേണ്ടാത്ത പരിപാടിക്കൊന്നും പോവണ്ട. ഇനി ഒരേ ഒരു കേസിൽ മാത്രം മൈനർ ലയബിളാവും. ഏതാണ് നോക്കാം. A minor is liable for necessary supplied for him. മനസ്സിലായല്ലോ? അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ സെക്ഷൻ 68 കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ മൈനർക്കൊരു ലയബിലിറ്റി വരുന്നുള്ളൂ. പക്ഷേ ആ ലയബിലിറ്റിക്കും അയാൾക്ക് എന്താ അറിയോ, അവിടെ കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് പേഴ്സണലി ലയബിൾ ആവില്ല, കയ്യിലെ കാശെടുത്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല. അയാളെ എസ്റ്റേറ്റ് ഉണ്ടെങ്കിൽ, എസ്റ്റേറ്റ് മീൻസ് അയാൾക്ക് എന്തെങ്കിലും സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, അതിൽ നിന്ന് പിടിച്ചെടുക്കാം എന്നേ ഉള്ളൂ. മനസ്സിലായോ? അതായത് നെസസിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തിനൊക്കെയാണ് നെസസിറ്റീസ് എന്ന് പറയുക? ഫുഡ്. മനസ്സിലായല്ലോ? അയാൾക്ക് വേണ്ട ഭക്ഷണം നമ്മൾ ചെറിയ പ്രായത്തിൽ കൊടുക്കുക, അതേപോലെ എഡ്യൂക്കേഷൻ, അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? വെറുതെ അല്ല ഞാൻ പറയുന്നത്, ഒന്നും എന്താ പറയുക, വോളണ്ടറിലി അല്ല, നമ്മൾ അത് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതാണെങ്കിൽ അയാൾ വലുതാവുന്ന സമയത്ത്, അതായത് മേജറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ എസ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്താക്കാം എന്നാണ് പറയുന്നത്, എടുക്കാം. അല്ലാണ്ട് യാതൊരു പ്രൊവിഷനും വേണം. ഈ ഒരൊറ്റ കേസിൽ മാത്രമേ ഉള്ളൂ മൈനർ ലയബിൾ ആവുന്നുള്ളൂ. കാരണം ഇതെന്തിനു വേണ്ടിയിട്ട് ആര് ക്ലോസ് വെച്ചതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആരും മൈനേഴ്സിനെ നോക്കാനും ഉണ്ടാവില്ല. മനസ്സിലായോ? അതായത് ഒന്നുമില്ലാത്ത ആളുകളാണ് നമ്മളെല്ലാം, സാധാരണയുള്ള കുട്ടികളെല്ല ഞാൻ പറയുന്നത്. ഇപ്പം ആരും ആളുകളില്ലാത്ത, അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്ത കുട്ടികളെ നോക്കണമെങ്കിൽ അവർക്കൊരു പ്രൊട്ടക്ഷൻ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലോസ് ഉള്ളത്. ഓക്കെ, അപ്പം നോക്കാം നമുക്ക്. എ മൈനർ ഇസ് ലയബിൾ ഫോർ നെസസറി സപ്ലൈഡ് എന്നാണ് പറയുന്നത്. ഇഫ് എവറി കോൺട്രാക്ട് ഓഫ് എ മൈനർ ഇസ് വോയിഡ്, the minor might find himself in difficulties because in such a case no one might lend him money എന്നാണ് പറയുന്നത്. സോ ദ ലോ വാസ് ഹെൽഡ് ദാറ്റ് കോൺട്രാക്ട് ബൈ മൈനേഴ്സ് ആർ വാലിഡ് ആൻഡ് വിൽ ബൈൻഡ് ദം ഇഫ് ദേ ആർ ഫോർ ദിയർ നെസസറീസ്. അപ്പോൾ ഫുഡ് ആൻഡ് ക്ലോത്തിങ് മേ ബി ടേക്കൺ ആസ് എക്സാമ്പിൾസ് ഫോർ നെസസറീസ്. So thus law allows even minors to enter into contract or necessaries alone. ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഇവിടെ പറയുന്നത് സെക്ഷൻ 68 പറയുന്നത് എന്താണെന്നറിയോ? ഇഫ് എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട് ഓർ എനി വൺ whom he is legally bound to support സപ്ലൈഡ് ബൈ അനദർ പേഴ്സൺ വിത്ത് നെസസറീസ്. ഇവിടെ അണ്ടർലൈൻ ചെയ്ത് പറയണം ഏത് മാത്രമായിരിക്കണം. നെസസറീസ് ആണെങ്കിൽ suited to his condition in life, the person who has furnished such supplies is entitled to be reimbursed from the property of such incapable person. അപ്പോൾ ഇൻകേപ്പബിൾ എന്ന് പറയുന്നത് ആരും ആവാം കേട്ടോ, മൈനേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല. ഇൻകേപ്പബിൾ ആയിട്ടുള്ള ആർക്കും എന്തെങ്കിലും ഫുഡോ ക്ലോത്തിങ്ങോ അങ്ങനെയുള്ള നെസസറി സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അടുത്ത് നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാം എന്നാണ് പറയുന്നത്? ഫ്രം ദിയർ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ സെക്ഷൻ 68 പ്രൊവൈഡ്സ് ഫോർ ലയബിലിറ്റി ഇൻ റെസ്പെക്റ്റ് ഓഫ് നെസസറി സപ്ലൈ ടു എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട്. ഇറ്റ് ഈസ് നോട്ട് ഈവൻ നെസസറി that there should not be an agreement between the minor and the persons who supplied necessaries. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. എഗ്രിമെൻറ്റ്സ് വിത്ത് മൈനേഴ്സിൽ എന്തൊക്കെയാണ് അല്ല, ഇനി കുറച്ച് 2-3 പോയിൻറ്റ്സും കൊണ്ട് കഴിഞ്ഞിട്ടില്ല. സോ നെക്സ്റ്റ് വൺ ഇസ് സർവീസ് റെൻഡേർഡ് ടു എ മൈനർ.
സർവീസ്, അതായത് സർവീസസ് എന്ന് ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ, മെഡിക്കൽ എയ്ഡ്, ലീഗൽ അഡ്വൈസ് എക്സെട്ര. ഇങ്ങനെ എന്തെങ്കിലും വല്ല മൈനറിന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് മൈനർ ഇതും എന്തായിട്ടാണ് കണക്കാക്കേണ്ടതെന്നാണ് പറയുന്നത്. Thus any contract which is not for the supply of necessaries but which is essential to the minor will also bind the minor to such an extent the minor's property is liable. അപ്പോൾ ഇങ്ങനെയുള്ള സർവീസസ് ലൈക്ക് മെഡിക്കൽ എയ്ഡ്, അതേപോലെ ലീഗൽ എയ്ഡ്, പിന്നെ വിദ്യാഭ്യാസം കൊടുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും മൈനറെ പ്രോപ്പർട്ടിന്ന് പിടിച്ചെടുക്കാം. പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മാത്രം, അല്ലാണ്ട് മൈനർ ഇസ് നോട്ട് പേഴ്സണലി ലയബിൾ. ഇവിടെ പേഴ്സണലി ലയബിൾ, അയാൾക്ക് ലയബിലിറ്റി വരുന്നുണ്ട്, ഏതിൽ മാത്രമാണ്? അയാളെ പ്രോപ്പർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യാം. ഓക്കെ. ദെൻ മൈനർ ആസ് പ്രോമിസി ഓർ ബെനിഫിഷ്യറി. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺട്രാക്ട് ആക്ട് ഡസ് നോട്ട് പ്രിവെൻറ്റ് എ മൈനർ ഫ്രം ബിക്കമിങ് എ പ്രോമിസി. അയാൾക്ക് പ്രോമിസി ആവാം, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് അയാളുമായിട്ട് കോൺട്രാക്ട് ചെയ്യുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ അത് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രോമിസി ആവാം, അതായത് he can enforce the contract, minor can enforce the contract. Thus a minor can be a promisee by which he can enforce his right, but in the case of promiser he has to shoulder certain liabilities. Okay, so he cannot be a promiser but he can be a promisee. എപ്പോഴും പ്രോമിസി ആവുന്നതിന് തെറ്റൊന്നുമില്ല, പ്രോമിസർ കുടുങ്ങുന്നുള്ളൂ കേട്ടോ. ഇനി മൈനർ ആസ് ഏജൻറ്റ്. മൈനറിന് ഏജൻ്റ് ആവാൻ പറ്റുമോ? യെസ്, ഹി ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് എൻ ഏജൻറ്റ്. ഹി ക്യാൻ റെപ്രസെൻറ്റ് ദ പ്രിൻസിപ്പൽ ഇൻ ഡീലിങ്സ് വിത്ത് അതർ പാർട്ടീസ്. ദ പ്രിൻസിപ്പൽ വിൽ ബി റെസ്പോൺസിബിൾ ടു തേർഡ് പാർട്ടീസ് ഫോർ ദ ആക്ട്സ് ഓഫ് ദ മൈനർ ഏജൻറ്റ്. ഏജൻ്റായി വെക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഏജൻറ്റ്, ഈ മൈനർ ഏജൻറ്റ് എന്തൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടോ അതിനൊക്കെ റെസ്പോൺസിബിൾ ആരായിരിക്കും എന്നാണ് പറയുന്നത്? പ്രിൻസിപ്പൽ. Okay, but he cannot recover any compensation from his minor agent for loss caused to him due to the act of the minor. In short, minor can act as agent കേട്ടോ. എന്ത് ലോസ് ഉണ്ടെങ്കിലും അതൊക്കെ മൈനർ വഹിക്കുന്നില്ല, അതൊക്കെ തലയിലായിക്കോളും, പ്രിൻസിപ്പളാണ്. ദെൻ നെക്സ്റ്റ്, മൈനർ ആസ് പാർട്ട്ണർ. പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് ആവാൻ പറ്റുമോ? മൈനർ കനോട്ട് ബി എ പാർട്ട്ണർ എന്നാണ് പറയുന്നത്, ബട്ട് ഹീ മേ ബി അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർ എന്ന് പറഞ്ഞാണ്ട് നമുക്ക് ആക്കാൻ പറ്റില്ല, പക്ഷേ പാർട്ട്ണർഷിപ്പിലുള്ള എല്ലാ ബെനിഫിറ്റ്സും അവെയിൽ ചെയ്യാൻ പറ്റും. ഹീ ഹാസ് നോ റൈറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ദി ഫേം, ബട്ട് ഹിസ് ലയബിലിറ്റീസ് ആർ ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദി പാർട്ട്ണർഷിപ്പ്. ഓക്കെ. ഈ മൈനർ ആസ് ഇൻസോൾവെൻറ്റ്. A minor cannot be declared as insolvent because even for necessaries he is not personally liable but his estate alone is liable. അപ്പോൾ ഒരിക്കലും അയാളെ ഇൻസോൾവൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഇൻസോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക്രപ്റ്റ്. കാരണം അയാൾക്ക് ഒരു ഇതും വരുന്നില്ല. ഇനി അഥവാ നെസസറീസ് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ഒരു ലയബിലിറ്റി വരുന്നത്, സർവീസ് ചെയ്ത് എഡ്യൂക്കേഷൻ കൊടുത്തത് അല്ലെങ്കിൽ നെസസറി സപ്ലൈ. അപ്പോൾ ആ ഒരു കേസിൽ വരെ അയാളുടെ എന്താ പറയുക, സ്വത്തുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അയാൾക്ക് ബാധ്യത വരുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഒരിക്കലും ഒരു മൈനറെ എന്തായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല? ബാങ്ക്രപ്റ്റ് അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. ക്ലിയർ ആണോ? താങ്ക് യു.